ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ത്യൻ ഹോഫിയേഴ്സിലെ മസാല ദോശ ഇഷ്ടമില്ലാത്തവരാരും കാണില്ല. ആ മസാല ദോശ പെർഫെക്റ്റായ രീതിയിൽ ഒരു 4 മണിക്ക് തയ്യാറാക്കി കഴിച്ചാലോ? ഇന്ത്യൻ ഹോഫിയേഴ്സിലെ സാധാരണ നല്ല ചൂട് ഉഴുന്നുവട കൂടി കിട്ടാറുണ്ട്. ഞാനിവിടെ ഉഴുന്നുവട കൂടി തയ്യാറാക്കുന്നുണ്ട്. ഉഴുന്നുവട തയ്യാറാക്കാൻ വേണ്ടി നേരത്തെ ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ നമുക്ക് അരച്ചെടുക്കാം. അരച്ച ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള ഇവ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തതിന് ശേഷം പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചിട്ട് കൊടുക്കാം. ശേഷം ഉപ്പും ചേർത്ത് നല്ലോണം 3-4 മിനിറ്റ് വരെ ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. അടുത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയ പൊട്ടുകടല ചട്നി കൂടി തയ്യാറാക്കാം. പൊട്ടുകടല ചമ്മന്തി തയ്യാറാക്കാൻ 4 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളിയും 1 സവാളയും കട്ട് ചെയ്ത ശേഷം വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി. ചൂട് മാറിയിട്ട് മിക്സിയുടെ ജാറിൽ മാറ്റി ഇതിലൊരു കപ്പ് കടലയും ഉപ്പും ചേർത്ത് തിളപ്പിച്ച് തണുത്ത വെള്ളത്തിൽ അരച്ചെടുക്കാം. തിളപ്പിച്ച് തണുത്ത വെള്ളം ഒഴിച്ചതെന്ന് വെച്ചാൽ ഇത് പിന്നെ ചൂടാക്കാറില്ല, കടുക് മാത്രം താളിക്കുകയുള്ളൂ. ഇതൊന്ന് കടുക് താളിക്കാൻ നേരത്തെ വഴറ്റിയ അതേ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി ഇത് മിക്സ് ചെയ്യാം. ഒന്ന് ബ്രൗണിഷ് ആകുമ്പോൾ ഇതിൽ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത ശേഷം 1/4 സ്പൂൺ ജീരകവും ചേർത്ത് കടുക് താളിക്കാം. ഇനി മസാല ദോശയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി 1 ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, 1 ബീട്രൂട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്ത ശേഷം കുക്കറിലേക്ക് മാറ്റാം. ഇത് വേവാൻ വേണ്ട കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 3-4 വിസിൽ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കുക്കാവും. ഇതൊന്ന് കുക്കാവുന്ന ടൈമിൽ നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കല്ലേ. വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാടൊന്നും ഉടച്ചെടുക്കണ്ട, ചെറിയ കഷ്ണം കടിക്കത്തക്ക രീതിയിൽ ഉടച്ചെടുക്കാം. മസാല കൂട്ടൊന്ന് തയ്യാറാക്കാൻ ഒരു പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം 2 പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് ഒരുപാടങ്ങ് വഴറ്റണ്ട, സവാളയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി. പൊടികൾ ചേർത്തത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. പൊടികളായി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ക്യാരറ്റും കൂടി ചേർത്ത് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ദോശ തയ്യാറാക്കാം. ദോശക്കല്ലൊന്ന് ചൂടായി വരുമ്പോൾ ദോശമാവ് നല്ല കനം കുറച്ച് പരത്തി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ മസാല കുറച്ചെടുത്ത് ദോശയിൽ മുകളിൽ പരത്തിയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാം. ഓരോന്നും ഇങ്ങനെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കനം കുറച്ച് പരത്തിയെടുക്കാം. അടുത്തതായി ഒരു ചായയും കൂടി തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.